എല്ലാവർക്കും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഓണം സ്പെഷ്യലായിട്ട് ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. പഴം പ്രഥമനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പഴം പ്രഥമൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്തിട്ടുള്ള ഏത്തപ്പഴം വേണം എടുക്കാനായിട്ട്. തൊലിയൊക്കെ കുറച്ച് കറുത്ത് വന്നിട്ടുള്ള അത്രയും നല്ല പഴുത്ത ഏത്തപ്പഴം വേണം എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല പഴുത്ത ഏത്തപ്പഴം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടത്തുമില്ല. അതുപോലെ തന്നെ പഴത്തിന്റെ ചെറിയൊരു പുളിപ്പ് വരികയും ചെയ്യും പായസത്തിൽ. അപ്പോൾ അതുകൊണ്ട് നല്ല പഴുത്തിട്ടുള്ള ഏത്തപ്പഴം വേണം എടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അത് ഞാൻ 4 എണ്ണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ ചെറിയ ഏത്തപ്പഴം ആണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് 6 or 7 എണ്ണം എടുക്കാം. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന് പകരം വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാനിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താലും മതി. എങ്ങനെയാണെങ്കിലും പഴം നന്നായിട്ട് വേവിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. ഞാനിപ്പം ഒരു സ്റ്റീമറിൽ വെച്ച് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതൊന്ന് കഴുകി 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു സ്റ്റീമറിൽ എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടാണ് ഈ പായസത്തിലേക്ക് ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടും എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പൊ പായസത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് പഴം കടിക്കാൻ കിട്ടുന്നതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉടച്ച് ചേർത്താൽ മതി. അപ്പൊ ഞാനിതിപ്പം ഉടച്ചാണ് ചേർക്കുന്നത്. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഒന്നുകിൽ ഉടച്ച് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടും ചേർക്കാം. അപ്പൊ ഇത് ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാനിതൊന്ന് ഉടച്ചു കൊണ്ടുവരാം. ഇനി ഞാനിവിടെ ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ 300 ഗ്രാം ശർക്കരയാണ് ഉരുക്കിയെടുത്ത് വെച്ചിരിക്കുന്നത്. 300 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ അരിച്ചിട്ടില്ല, ഉരുക്കിയെടുത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതിന് നമുക്ക് അരിച്ചെടുക്കണം. ഇതിപ്പോ ഞാൻ 3 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർക്കാം. അപ്പൊ 300 ഗ്രാം ശർക്കര അത്യാവശ്യത്തിന് നല്ല മധുരമുണ്ട്. ഇനി ഞാനിവിടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോ 3 കപ്പ് 2ആം പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ 1ആം പാല് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശർക്കരയും ഞാനൊന്ന് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏത്തപ്പഴവും ഞാനൊന്ന് ഉടച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്തത്. നല്ല പഴുത്ത പഴമായിരുന്നല്ലോ, പിന്നെ നമ്മൾ നന്നായിട്ട് അത് വേവിച്ചെടുക്കുകയും ചെയ്തു. അപ്പൊ ഈ തവി വെച്ച് ഒന്ന് ഉടയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് ഉടഞ്ഞു വരും. അപ്പൊ ഒന്നുകിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഉടച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരച്ച് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, എങ്ങനെ വേണമെന്ന് വെച്ചാൽ. അപ്പോൾ ഇനി നമുക്കിത് പായസം ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉരുകിയതിന് ശേഷം അതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇതിനി നമ്മുടെ നെയ്ക്കകത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. അപ്പം നെയ്ക്കകത്തിൽ ഏത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയിൽ നിന്ന് പകുതി ഞാനിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പകുതി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഈ ശർക്കരയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇത് എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇളക്കാനുള്ള സൗകര്യത്തിന് തവി ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശർക്കരപ്പാനിയിലേക്ക് ആ പഴമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം 300 ഗ്രാം ശർക്കര കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ശർക്കര കൂടുതൽ ചേർക്കാം. പക്ഷെ ഇതിപ്പം അത്യാവശ്യം നല്ല മധുരമുണ്ട്, പിന്നെ പഴത്തിനും നല്ല മധുരം ഉണ്ടല്ലോ, നല്ല പഴുത്ത പഴമല്ലേ. അപ്പൊ ആ മധുരവും കൂടെ വരുമ്പോഴത്തേക്കിനും നമുക്ക് അത്യാവശ്യം നല്ല മധുരം കാണും. അപ്പൊ ഈ ശർക്കരയിലേക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തിട്ട് ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് നന്നായിട്ട് നമ്മുടെ പഴം ഒന്ന് വരണ്ട് വരണം. ഈ പഴത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ശർക്കരയൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് വരണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രഥമന്റെയും വീഡിയോസിൽ ഉള്ള സെയിം പ്രൊസീജിയർ തന്നെയാണ്. ശർക്കരയിൽ നന്നായിട്ട് വരട്ടിയെടുത്തതിന് ശേഷം വേണം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടിയിടരുത്. ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. ഈ പഴം നന്നായിട്ട് ശർക്കരയിൽ വരണ്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും.
ഇപ്പൊ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ആ ശർക്കരയിൽ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് നമ്മൾ വരട്ടിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് അത് വരണ്ട് വരും. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 2-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് 2-ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-ാം പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ 2-ാം പാലിൽ കിടന്ന് ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. ആ 2-ാം പാലിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ മാറി നന്നായിട്ടൊന്ന് തിളച്ച് ഇതിൽ കിടന്ന് കുറച്ചൊന്ന് കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ ഒരു 10 മിനിറ്റും കൂടെ ഇതേപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചുക്കുപൊടിയുടെ ഏലക്കാപ്പൊടിയുടെ അളവ് വേണമെങ്കിൽ ഇതിലും കൂട്ടി ചേർക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിന്റെ അനുസരിച്ച് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ അതും കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിനെയും കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ അതായത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ 1-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1-ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് തിളപ്പിക്കേണ്ട. തിളപ്പിച്ചു കഴിഞ്ഞാൽ പായസം പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി 1-ാം പാല് ചേർത്തിട്ട്. അപ്പൊ 1-ാം പാല് ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഇത് സാധാരണ പ്രഥമനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വലിയ മെനക്കേടൊന്നുമില്ല പഴം പ്രഥമൻ ഉണ്ടാക്കാനായിട്ട്. ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളുടെ പായസത്തിന്. ഇതിപ്പോ ഞാൻ പഴം ഉടച്ച് ചേർത്തത് കൊണ്ടാണ് പഴത്തിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളും കൂടെ കാണുന്നത്. നിങ്ങൾ അരച്ചാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ കാണത്തില്ല. അപ്പൊ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പൊ ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ ഫ്രൈ ചെയ്ത് ചേർക്കാം. ഞാനിപ്പോ തേങ്ങാക്കൊത്ത് എടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് കിസ്മിസും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പായസത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. ഞാൻ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്തതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളുടെ പായസത്തിന്. ഒരുപാട് അങ്ങ് കട്ടിയും അല്ല, ഒരുപാട് ലൂസായിട്ടും അല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പായസം കിട്ടിയിരിക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഉണ്ടാക്കുവാനും വലിയ മെനക്കേടൊന്നുമില്ല. പിന്നെ ശർക്കര പാനി എടുക്കുന്നതും അതുപോലെ തന്നെ തേങ്ങാപ്പാൽ എടുക്കുന്നതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഞാൻ അടപ്രഥമന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിന് മുന്നേ കടലപ്രഥമന്റെയും ഗോതമ്പ് പ്രഥമന്റെയും അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഈ ഓണത്തിന് എല്ലാവരും ഈ പഴം പ്രഥമൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.